വിജയ് കരൂരിലേക്ക്. കരൂർ ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ പ്രത്യേക ജുഡീഷ്യൽ അന്വേഷണവും സുപ്രീംകോടതി റദ്ദാക്കി. കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഉടൻ CBIക്ക് കൈമാറാനാണ് നിർദ്ദേശം. മദ്രാസ് ഹൈക്കോടതി നിയോഗിച്ച SIT അന്വേഷണവും സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു. ഇതിനിടെ ഈ മാസം 17 വിജയ് കരൂരിലെത്തും. TVK ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ അപേക്ഷ അംഗീകരിച്ചതിനെ തുടർന്നാണ് സന്ദർശനം. അജയ് തന്നെ വിവരങ്ങൾ നൽകും. അജയ്, അതായത് DMK സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. അവരിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റിക്കൊണ്ട് CBI അന്വേഷിക്കട്ടെ എന്നൊരു നിലപാടെടുക്കുമ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ടോ എന്നതുകൂടി ചിലപ്പോൾ എതിരാളികൾ സംശയിച്ചേക്കാം. എന്തായാലും ഇനി സംസ്ഥാന സർക്കാരിന് യാതൊരു റോളും ഇല്ലാത്ത തരത്തിൽ ഒരു അന്വേഷണം കരൂരിൽ നടക്കും. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? ഈ കരൂരിലെ വിജയുടെ സന്ദർശന പരിപാടികൾ എങ്ങനെയൊക്കെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്? ശ്രീജ, തീർച്ചയായിട്ടും ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഇത് DMK സർക്കാരിന് വലിയൊരു തിരിച്ചടിയും അതേസമയം TVKക്ക് വലിയൊരു ആശ്വാസം കൂടിയാണ്. കാര്യം കഴിഞ്ഞ ആഴ്ച മദ്രാസ് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഈ വിജയ്ക്കെതിരെയും അതുപോലെ തന്നെ TVKക്കെതിരെയും കടുത്ത വിമർശനങ്ങൾ നടത്തിയിരുന്നു. വിജയുടെ നേതൃപാടവത്തെ ഉൾപ്പെടെ ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ തന്നെ TVK എന്ന പാർട്ടിയുടെ ആ ഒരു അടിസ്ഥാന ഘടകത്തിനെ വരെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇതിനുശേഷം ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം, ഒരു SITയെ രൂപീകരിക്കുന്നത്. നോർത്ത് സോൺ IG ആയിട്ടുള്ള അസ്രാ ഗർഗിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചത്. ഈ ഒരു ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഈ പരാമർശങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഉള്ള തമിഴ്നാട് സർക്കാരിന് കീഴിൽ തന്നെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള ഈ സ്വതന്ത്ര അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്തുകൊണ്ടാണ് TVK സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായിരുന്നത്. അതേസമയം തന്നെ BJP ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികൾ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ വ്യത്യസ്ത ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള ഈ SITയെ പിരിച്ചുവിടുകയും അതുപോലെ തന്നെ ഈ CBI അന്വേഷണം അവിടെ കൊണ്ടുവരികയും ചെയ്തു സുപ്രീം കോടതി. അതുപോലെ തന്നെ ഈ ഹൈക്കോടതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള ഈ ഹൈക്കോടതിയുടെ തീരുമാനത്തെ സുപ്രീം കോടതി ചോദ്യം ചെയ്യുക മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് ഹൈക്കോടതി രജിസ്ട്രാർക്ക് എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട് കത്തയക്കുകയോ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അതായത് വിജയ്ക്കെതിരെയും TVKക്കെതിരെയും നടത്തിയിട്ടുള്ള ഈ ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ഇല്ലാതായി എന്നുള്ളതാണ് സത്യം. അതായത് അവർക്കെതിരെ വന്ന രാഷ്ട്രീയമായി എതിരാളികളായിട്ടുള്ള DMK ഉപയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാ വിമർശനങ്ങളും ഇതോടുകൂടി ഒറ്റയടിക്ക് ഇല്ലാതായി. അതുമാത്രമല്ല, സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് നിലവിൽ ഈ CBI അന്വേഷണം കൂടി വരുന്നത്. സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. മുൻ ജഡ്ജിയായിട്ടുള്ള അരുണ ജഗദീഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ അന്വേഷണം ആരംഭിച്ചിരുന്നത്. ഇവരുടെ ഭാഗത്തു നിന്നും കേസ് അന്വേഷണത്തിൻ്റെ എല്ലാ ചുമതലകളും ഇനി CBIയിലേക്ക് പോകും. അതായത് ഇനി ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന CBI ആയിരിക്കും സ്വീകരിക്കുക. ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ BJPയും അതുപോലെ തന്നെ AIADMK ഉൾപ്പെടുന്ന സഖ്യം അത് TVKയുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വിജയ് ഉൾപ്പെടെ 2 സംഘടനകളെ നേതാക്കൾ വിളിച്ചിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് അന്വേഷണം സംസ്ഥാന സർക്കാരിനെതിരെ പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ TVKക്കെതിരെയുള്ള വിമർശനങ്ങളെല്ലാം പാടെ ഇല്ലാതായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അന്വേഷണം പോയാൽ വിജയ് തീർച്ചയായിട്ടും BJPയോട് കടപ്പെട്ടിരിക്കും. അപ്പോൾ ഇനി ഭാവിയിൽ 2026 തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സഖ്യസാധ്യത അത് ഇപ്പോൾ തന്നെ ചർച്ചകളിൽ നിറഞ്ഞു കഴിഞ്ഞു. ഇനി ആ സഖ്യത്തിലേക്കുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുമോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ട്. അതുമാത്രമല്ല, വിജയ് ഇനി 17-ാം തീയതി കരൂർ സന്ദർശിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് TVK ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ TVK വളരെ വിചിത്രമായിട്ട് വിജയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു നിരവധി നിർദ്ദേശങ്ങളും സമർപ്പിച്ചിരുന്നു. എയർപോർട്ടിൽ നിന്ന്, തിരുച്ചിറപ്പള്ളി എയർപോർട്ടിൽ നിന്ന് സമ്മേളന വേദി വരെയുള്ള സുരക്ഷ, പ്രത്യേക പാത രൂപീകരിക്കണം, മാധ്യമപ്രവർത്തകരെ നിയന്ത്രിക്കണം, പൊതുജനങ്ങളെ കടത്തിവിടാൻ പാടില്ല, അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ TVK നിർദ്ദേശിച്ചിരുന്നു. ഇതിൽ ഏതൊക്കെ പോലീസ് പരിഗണിക്കും എന്നുള്ളത് ഒരു ആകാംക്ഷയുള്ള കാര്യം തന്നെയാണ്. 17-ാം തീയതി വിജയ സമ്മേളന വേദിയിൽ വെച്ച് ഈ NDA സഖ്യസാധ്യതയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ ഇപ്പോൾ അണിയറയിൽ ചർച്ചയാകുന്നുണ്ട്. ഇതിൽ ഉൾപ്പെടെ വിജയ് മറുപടി പറഞ്ഞേക്കും എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശ്രീജ, ശരി. അജയ് സുധാ ബിജുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അനിശ്ചിതത്വം ഒഴിഞ്ഞു, നയിക്കാൻ ജനീഷ്.
രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞതിനു ശേഷം ആരാകും പ്രസിഡന്റ് എന്ന വലിയ ഒരു അനിശ്ചിതത്വം യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ സംസ്ഥാന അധ്യക്ഷനായി OJ ജനീഷിനെ തെരഞ്ഞെടുത്തു. അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിച്ചിരുന്ന ബിനു ചുള്ളിലിനെ വർക്കിംഗ് പ്രസിഡന്റാക്കി. KM അഭിജിത്തും അബിൻ വർക്കിയും ദേശീയ സെക്രട്ടറിമാരായും നിയമിക്കപ്പെട്ടു. ഷാഫി പറമ്പിലിന്റെ നോമിനിയായാണ് ജനീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. ആഴ്ചകൾ നീണ്ട തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ചൊഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് OJ ജനീഷിനെ തെരഞ്ഞെടുത്തത്. OJ ജനീഷിനെ അധ്യക്ഷനാക്കുന്നതിനായി ഷാഫി പറമ്പിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും നടത്തിയ സമ്മർദ്ദ നീക്കം ഫലം കണ്ടുവെന്ന് വേണം പറയാൻ. അവസാന നിമിഷം വരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന നിലവിലെ കമ്മിറ്റിയിൽ രാഹുലിന് ശേഷം ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ച അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറിയാക്കിക്കൊണ്ടാണ് ആ പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. അതോടൊപ്പം എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്ന KM അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറി പദവിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം KC വേണുഗോപാലിന്റെ വിശ്വസ്തനായ അധ്യക്ഷനായേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്ന ബിനു ചുള്ളിലിനെ വർക്കിംഗ് പ്രസിഡന്റാക്കിയാണ് നിയമിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പൊട്ടിത്തെറികളില്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞുവെന്ന ആശ്വാസത്തിലാണ് ദേശീയ നേതൃത്വം. പക്ഷേ അപ്പോഴും ഗ്രൂപ്പ് നേതാക്കളുടെ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഐ ഗ്രൂപ്പ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടാകാൻ പോകുന്ന പ്രതികരണങ്ങൾ ഏത് തരത്തിലാകും എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സമരരംഗത്ത് യുവജന സംഘടനയായ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനെ തെരുവിൽ സമരങ്ങൾക്ക് നയിക്കേണ്ട പുതിയ അധ്യക്ഷൻ ആരാകണമെന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ അത് തർക്കങ്ങളിലേക്ക് വഴിമാറിയതോടെയാണ് അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് ആഴ്ചകളോളം നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായത്. അതിനെതിരെ വലിയ വിമർശനം ശക്തമായതിന് പിന്നാലെയാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലുകൾക്കും ചർച്ചകൾക്കും അനുരഞ്ജന നീക്കങ്ങൾക്കും ഒടുവിൽ ഇപ്പോൾ OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂരിലെ മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് OJ ജനീഷ്. സാമുദായിക സമവാക്യങ്ങളും ജനീഷിന് അനുകൂലമായി മാറിയെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ മുമ്പോട്ട് വെക്കുന്ന വാദം. എന്തായാലും ഈ വെല്ലുവിളി നിറയുന്ന ഒരു സമയത്ത്, വെല്ലുവിളി നിറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിനെ ഈ പൂർണ്ണമായി സമരരംഗത്ത് സജ്ജമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്ന വലിയ വെല്ലുവിളിയാണ് OJ ജനീഷിന് മുമ്പിൽ ബാക്കിയാകുന്നത്. ടാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം പൊട്ടിത്തെറികൾ പതിയെ തുടങ്ങിക്കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചതിൽ ഐ ഗ്രൂപ്പ് അതൃപ്തരാണ്. അബിൻ വർക്കിയെ ഒതുക്കിയെന്നാണ് ആക്ഷേപം. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക് നിലവിലെ തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഐ ഗ്രൂപ്പിന് ഈ സ്ഥാനം നഷ്ടപ്പെടുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അബിൻ വർക്കി നാളെ രാവിലെ 10 മണിക്ക് കോഴിക്കോട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്താണ് അബിന് പറയാനുള്ളത് എന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. അതേസമയം